നമസ്കാരം. എൻഫോ ന്യൂസിന്റെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹ വിപിൻ. ആദ്യം വാർത്തകളുടെ തലക്കെട്ടുകൾ കാണാം. പാലിയേക്കര മേൽപ്പാലത്തിന് താഴെ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊലപാതകമെന്ന് സംശയം. സംസ്ഥാനത്ത് ആദ്യമായി കാപ്പ കേസ് പ്രതിയായ ജനപ്രതിനിധിയുടെ സത്യപ്രതിജ്ഞ ജയിലിൽ നടന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അരിമ്പൂർ ശാഖയുടെ ഇറവ് 5-ാം കല്ലിലുള്ള ATM മെഷീനിൽ പാമ്പ് കയറി. മുന്നറിയിപ്പില്ലാതെ സർവീസ് റോഡ് അടച്ചു. പുതുക്കാട് മേൽപ്പാല നിർമ്മാണം ജനങ്ങളെ വലയ്ക്കുന്നതായി പഞ്ചായത്ത്. ദേശീയപാത ശ്രീനാരായണപുരം പുരി ബസാറിൽ ഇന്നോവ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. മമ്മിയൂരിൽ സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന ഓട്ടോറിക്ഷയ്ക്ക് തീപിടിച്ചു. മമ്മിയൂർ ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹൈസ്കൂളിന് സമീപമാണ് സംഭവം. ശ്രീനാരായണപുരം പടിഞ്ഞാറെ വെമ്പല്ലൂർ വെക്കോട് ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരം കുത്തി തുറന്ന് പണം കവർന്നു. വാർത്തകൾ വിശദമായി അറിയാം. പാലിയേക്കര മേൽപ്പാലത്തിന് താഴെ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊലപാതകമെന്ന് സംശയം. തലവണിക്കര സ്വദേശി പണ്ടാരപ്പറമ്പിൽ വീട്ടിൽ 70 വയസ്സുള്ള ചന്ദ്രനാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെയാണ് മേൽപ്പാലത്തിന്റെ തൂണിൽ ചാരിയിരിക്കുന്ന രീതിയിൽ മൃതദേഹം കണ്ടത്. തലയിൽ അടിയേറ്റ് രക്തം വാർന്ന നിലയിലാണ്. സമീപത്ത് കിടന്നിരുന്ന കരിങ്കല്ലിൽ രക്തക്കറ കണ്ടെത്തിയിരുന്നു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മൃതദേഹത്തിന് സമീപത്ത് നിന്ന് ഒരു ബാഗ് കണ്ടെത്തിയിട്ടുണ്ട്. പാലിയേക്കര പ്രദേശത്തുള്ള വീടുകളിൽ സെക്യൂരിറ്റിയായി ജോലി ചെയ്യുന്ന ആളാണ് ചന്ദ്രനെന്ന് പോലീസ് പറഞ്ഞു. ഫോറൻസിക് സംഘം പരിശോധന നടത്തിയ ശേഷം മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തും. സംസ്ഥാനത്ത് ആദ്യമായി കാപ്പ കേസ് പ്രതിയായ ജനപ്രതിനിധിയുടെ സത്യപ്രതിജ്ഞ ജയിലിൽ നടന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർ R. സുഗതനാണ് വിയൂർ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. ഉദ്ദേശമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യം യഥാവിധിയും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുന്നു. ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. വിയൂർ സെൻട്രൽ ജയിലിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തിരുവനന്തപുരം മേയർ VV രാജേഷ് കൗൺസിലർ R. സുഗതന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഈശ്വരനാമത്തിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഡെപ്യൂട്ടി മേയർ ആശാനന്ദ്, കോർപ്പറേഷൻ സെക്രട്ടറി മുഹമ്മദ് ഷാഫി, വിയൂർ ജയിൽ സൂപ്രണ്ട് RS രാജേഷ് കുമാർ, BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് കുമാർ, സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് തുടങ്ങിയവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. കോടതിയുടെ നിർദ്ദേശപ്രകാരം ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ കൃത്യസമയത്ത് തന്നെ ചടങ്ങുകൾ പൂർത്തിയാക്കി എന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ മേയർ VV രാജേഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അനുസരിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാഴോട്ടുവണം വാർഡ് കൗൺസിലർ R. സുഗതൻ ഒരു തവണ കൂടി സത്യപ്രതിജ്ഞ ചെയ്യണമെന്നുള്ള സാഹചര്യമുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിയൂർ സെൻട്രൽ ജയിലിലാണ് അദ്ദേഹം ഇപ്പോൾ കിടക്കുന്നത്. അവിടെ വന്ന് ജയിൽ സൂപ്രണ്ടിൻ്റെയും അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെയൊക്കെ തന്നെ സാന്നിധ്യത്തിൽ ആ ചടങ്ങ് നിർവഹിച്ചു. ഹൈക്കോടതി ഉത്തരവ് പറഞ്ഞ സമയത്ത് തന്നെ കൃത്യമായിട്ട് നടപ്പിലാക്കി. നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയും അതോടൊപ്പം തന്നെ കേരള ഹൈക്കോടതിയും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൗൺസിലറുടെ അഭിഭാഷക സംഘം അക്കാര്യങ്ങളുടെ വിശകലനം ചെയ്ത് നേതൃത്വം കൊടുക്കുന്നുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അരിമ്പൂർ ശാഖയുടെ ഇറവ് 5-ാം കല്ലിലുള്ള ATM മെഷീനിൽ പാമ്പ് കയറി. പണമെടുക്കാനെത്തിയ ആളുടെ കാലിലൂടെ ഇഴഞ്ഞ പാമ്പ് ATM മെഷീനിന് പുറകുവശത്തേക്ക് ഇഴഞ്ഞു പോവുകയായിരുന്നു. പാമ്പ് പിടുത്തക്കാരും നാട്ടുകാരും ചേർന്ന് മണിക്കൂറുകളോളം തെരഞ്ഞിട്ടും പാമ്പിനെ കണ്ടെത്താനായില്ല. പാമ്പിനെ കണ്ടെത്താൻ ATM മെഷീന്റെ പിറകിലെ ഷീറ്റ് അഴിച്ചെടുത്തെങ്കിലും കണ്ടില്ല. പാമ്പ് ATM മെഷീനിന് ഉള്ളിലേക്ക് പോയതായാണ് സംശയം. 2 ദിവസം മുൻപ് ഇതേ ബാങ്കിന്റെ ഓഫീസിനുള്ളിലും പാമ്പിനെ കണ്ടെത്തിയിരുന്നു. മുന്നറിയിപ്പില്ലാതെ സർവീസ് റോഡ് അടച്ചു. പുതുക്കാട് മേൽപ്പാല നിർമ്മാണം ജനങ്ങളെ വലയ്ക്കുന്നതായി പഞ്ചായത്ത്. വേണ്ടത്ര മുൻകരുതലോ ആസൂത്രണമോ ഇല്ലാതെ ദേശീയപാത അതോറിറ്റി പുതുക്കാട് മേൽപ്പാലത്തിന്റെ പണി ആരംഭിച്ചതോടെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നതായി പഞ്ചായത്ത് ഭരണസമിതി പറയുന്നു. മുൻകൂട്ടിയുള്ള അറിയിപ്പില്ലാതെ സർവീസ് റോഡ് അടച്ചത് യാത്രക്കാരെ വലയ്ക്കുകയാണ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികൾ ഉൾപ്പെടെ ആരുമായും ദേശീയപാത അധികൃതർ ചർച്ചയൊന്നും നടത്തിയിട്ടില്ല. മേൽപ്പാലത്തിന് ഇരുവശത്തുമായി നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പോലീസ് സ്റ്റേഷൻ, ഫയർ സ്റ്റേഷൻ, ആശുപത്രി, റെയിൽവേ സ്റ്റേഷൻ എന്നിവയുണ്ട്. പണി പൂർത്തിയാകുമ്പോൾ ഈ സ്ഥാപനങ്ങളിലേക്കുള്ള വഴികൾ അടയുമെന്ന ആശങ്കയും ഉയരുന്നു.
പദ്ധതിയുടെ അന്തിമ രൂപരേഖ പരസ്യപ്പെടുത്താതെ നിർമ്മാണ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഗുണകരമാകില്ലെന്നും കൃത്യമായ ഡിസൈൻ ലഭ്യമാക്കിയാൽ മാത്രമേ ബദൽ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ കഴിയൂ എന്നും ഭരണസമിതി വ്യക്തമാക്കി. പരാതികൾ ചർച്ച ചെയ്യുന്നതിനായി ദേശീയപാത അതോറിറ്റി അധികൃതരുമായി യോഗം ചേരാൻ തീരുമാനിച്ചു. വിഷയം ചർച്ച ചെയ്യാൻ സർവകക്ഷി യോഗം വിളിക്കാൻ ആലോചനയുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രതി ബാബു, വൈസ് പ്രസിഡന്റ് KJ ജോജു എന്നിവർ അറിയിച്ചു. ദേശീയപാത ശ്രീനാരായണപുരം പൊരി ബസാറിൽ ഇന്നോവ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യാത്രക്കാരൻ മരിച്ചു. അഞ്ചാമ്പരത്തി പനങ്ങാട് സ്വദേശി കാട്ടുപറമ്പിൽ കബീറാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന മകൻ റംസാന് ഗുരുതരമായി പരിക്കുണ്ട്. ഇന്ന് രാവിലെ 9:30യോടെയായിരുന്നു അപകടം. എറണാകുളം ഭാഗത്തു നിന്നും വടക്കോട്ട് പോയിരുന്ന കാറും എതിരെ വന്ന സ്കൂട്ടറുമാണ് അപകടത്തിൽപ്പെട്ടത്. കാറിനും റോഡിലെ ഡിവൈഡറിനും ഇടയിൽ പെട്ട് ഞെരിഞ്ഞമർന്ന നിലയിലായിരുന്നു സ്കൂട്ടർ. പരിക്കേറ്റവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കബീർ മരണമടഞ്ഞു. മതിലകം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. മമ്മിയൂരിൽ സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന ഓട്ടോറിക്ഷ ഇടിച്ചു. മമ്മിയൂർ ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹൈസ്കൂളിന് സമീപമാണ് സംഭവം. ചാവക്കാട് പുന്ന സ്വദേശി പുതുവീട്ടിൽ ഷാഹുൽ ഹമീദാണ് ഓട്ടോറിക്ഷ ഓടിച്ചിരുന്നത്. ഷാഹുൽ ഹമീദിന്റെ സഹോദരിയുടെ മകൻ അൻസാറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഓട്ടോറിക്ഷ. സ്കൂളിന് മുന്നിൽ നിന്ന് കുട്ടികളെ കയറ്റിക്കൊണ്ടുപോകാൻ തയ്യാറെടുക്കുന്നതിനിടെ എഞ്ചിനിൽ നിന്ന് പുക ഉയരുകയായിരുന്നു. ഉടൻ തന്നെ ഡ്രൈവർ കുട്ടികളെ പുറത്തിറക്കിയ ശേഷം ഫയർഫോഴ്സിനെ വിവരമറിയിച്ചു. തീ ആളിപ്പടരും മുൻപ് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ഓട്ടോ ഡ്രൈവറുടെ സംയോജിതമായ ഇടപെടൽ മൂലം വൻ ദുരന്തമാണ് ഒഴിവായത്. സ്കൂൾ വിടുന്ന സമയത്ത് വലിയ ഗതാഗത കുരുക്കാണ് ഇവിടെ അനുഭവപ്പെടാറ്. എന്നാൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഗതാഗതം നിയന്ത്രിച്ച് കുരുക്ക് ഒഴിവാക്കുകയായിരുന്നു. ഫയർ സ്റ്റേഷൻ ഓഫീസർ SD സജിത് ലാൽ, ഫയർ ഓഫീസർമാരായ RN അൻവർ, P ആനന്ദ്, R ദീപു, S ഷമീർ, P ഗുരുവായൂരപ്പൻ, സിവിൽ ഡിഫൻസ് വോളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ശ്രീനാരായണപുരം പടിഞ്ഞാറെ വെമ്പല്ലൂർ വെക്കോട് ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരം കുത്തിത്തുറന്ന് പണം കവർന്നു. വെക്കോട് ത്രിപുരസുന്ദരി ഭദ്രകാളി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. ഇന്ന് രാവിലെ 6 മണിയോടെ ശാന്തി ക്ഷേത്രത്തിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ക്ഷേത്രത്തിനകത്തും പുറത്തും ഉണ്ടായിരുന്ന 2 ഭണ്ഡാരങ്ങളാണ് കുത്തി തുറന്നിട്ടുള്ളത്. 7000 രൂപയോളം നഷ്ടപ്പെട്ടതായാണ് വിവരം. മതിലകം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഹെൽമറ്റ് ധരിച്ച ഒരാൾ മതിൽ ചാടി കടന്ന് മോഷണം നടത്തുന്നത് CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് യുവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. യുവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 10 രൂപ കുറഞ്ഞു. ഗ്രാമിന് 13,090 രൂപ, പവന് 1,04,720 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന തലക്കെട്ടുകൾ ഒരിക്കൽ കൂടി. പാലിയക്കര മേൽപ്പാലത്തിന് താഴെ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊലപാതകമെന്ന് സംശയം. സംസ്ഥാനത്ത് ആദ്യമായി കാപ്പ കേസ് പ്രതിയായ ജനപ്രതിനിധിയുടെ സത്യപ്രതിജ്ഞ ജയിലിൽ നടന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അരിമ്പൂർ ശാഖയുടെ ഇറവ് 5-ാം കല്ലിലുള്ള ATM മെഷീനിൽ പാമ്പ് കയറി. മുന്നറിയിപ്പില്ലാതെ സർവീസ് റോഡ് അടച്ചു. പുതുക്കാട് മേൽപ്പാല നിർമ്മാണം ജനങ്ങളെ വലയ്ക്കുന്നതായി പഞ്ചായത്ത്. ദേശീയപാത ശ്രീനാരായണപുരം പുരി ബസാറിൽ ഇന്നോവ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. മമ്മിയൂരിൽ സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന ഓട്ടോറിക്ഷയ്ക്ക് തീപിടിച്ചു. മമ്മിയൂർ ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹൈസ്കൂളിന് സമീപമാണ് സംഭവം. ശ്രീനാരായണപുരം പടിഞ്ഞാറെ വെമ്പല്ലൂർ വെക്കോട് ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരം കുത്തി തുറന്ന് പണം കവർന്നു.
ഇതോടെ പ്രധാന വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.